ഒരു കലാകാരൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആഹ്ലാദകരമായ ഒരു ദിവസമാണ് ഇന്ന്. നമുക്കെല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. വിജയേട്ടനെ പോലെ വളരെ പ്രഗത്ഭനും അനവധി സ്റ്റേജുകൾ വലിയ പ്രതിഭാധനന്മാരായിട്ടുള്ള കലാകാരന്മാരുടെ പ്രവർത്തിച്ചുമുള്ള പരിചയമുള്ള ആളാണ് വിജയേട്ടൻ. അപ്പം അങ്ങനെ ഒരു വേദിയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാനൊരു അവസരം തന്ന ഇതിന് എല്ലാവർക്കും വളരെയധികം അവരോട് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പരിപാടി കർണാടക സംഗീതവും കഥകളി സംഗീതവും ചലച്ചിത്ര ഗാനവും തമ്മിലുള്ള ഒരു ചെറിയ ഉപയോഗ രീതികളും അത് ഉപയോഗിക്കുന്ന രീതികളെ പറ്റിയും ഒക്കെ ചെറുതായിട്ട് ഡിസ്കഷൻ, ചെറിയ രീതിയിൽ സംസാരം ഒക്കെ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. അധികം ചോദ്യങ്ങളൊന്നും ചോദിച്ച് ഞങ്ങളെ പേടിപ്പിക്കരുത്. നമ്മളെ ഈ നാട്ടിൻ്റെ വലിയൊരു കലാകാരനെ തുടക്കം തന്നെ ഒരു പദത്തിൽ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ സാവേരി രാഗത്തിൽ, വളരെ സന്തോഷം നിറഞ്ഞ ഒരു രാഗമാണ് സാവേരി. കഥകളിയിലും വളരെ സന്തോഷപ്രദമായ സന്ദർഭങ്ങളിലും മുനിമാരുടെ ഉപദേശങ്ങളിലും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന വളരെ സന്തോഷം നിറഞ്ഞിട്ടുള്ള ഒരു രാഗമാണ് സാവേരി എന്ന് പറയുന്ന രാഗം. കർണാടക സംഗീതത്തിൽ ഭക്തിപ്രധാനമായ അനവധി കൃതികളുണ്ട്. കഥകളിയിൽ ഉപയോഗിക്കുന്ന ഒരു പദത്തോടു കൂടി ഞങ്ങൾ സാവേരി രാഗത്തിലെ ഇന്നത്തെ ഈ പരിപാടി ആരംഭിക്കുന്നു. ഈ പദം സന്താനവാലം എന്ന കഥയിലെ ശ്രീമൽ സഖേ എന്ന് തുടങ്ങുന്ന പദമാണ്. വളരെ അനവധി സ്റ്റേജുകളിൽ നടക്കുന്ന ഒരു കഥയാണ് സന്താനവാലം. അതിൽ ആദ്യത്തെ സാവേരി രാഗത്തിലുള്ള പദമാണ്. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് അർജുനൻ ദ്വാരകയിൽ കൃഷ്ണൻ്റെ അടുത്ത് വരുന്നു. വളരെ നാളുകൾക്ക് ശേഷം അർജുനനെ കാണുന്ന കൃഷ്ണൻ ആദ്യമായി പറയുന്ന അർജുനനോട് സ്വാഗതം ചെയ്തുകൊണ്ടും ഇവിടെ എൻ്റെ കൂടെ അനവധി കാലം വസിച്ചാലും എന്ന് പറയുന്ന ഒരു ആദ്യത്തെ പദമാണ് സാവേരി രാഗം. സഖേ വിജയ സഖേ വിജയ ശ്രീമൽ സഖേ വിജയ ധീമ സകല ഗുണ സകല ഗുണ സഖേ വിജയ ഭീമ സകല ഗുണധാമ സ്വാഗത മോ സുധാ സുധാ
ഹീര നയ വിനയ സുകൃതി ജന ഹിരണ്യ വിനയ വിനയാധാരൻ ധന്മജ അത്യുദാര വിനയാധാരൻ ധർമ്മജൻ അത്യുദാര വീര മൃഗോദരനു സ്വൈരോ വസിക്കുന്നല്ലി വീരൻ മൃഗോദരനു സ്വൈരം വസിക്കുന്നല്ലി സഹജമപി സഹജമല ഗുണഗണ സഹജവപി സഹജമല ഗുണഗണ മഹിതവ ദൈത വിജ ഗുരുവര മഹിതവദയിത വിജ ഗുരുവര ശ്രീമൽ സഖേ വിജയ ധിമ സകല ഗുണ ഗുണധാമ സ്വാഗത സ്വാഗതമോ സുധാ ഭക്തിരസത്തിൻ്റെ കൂടെ തന്നെ കർണാടക സംഗീതത്തിൽ വീരരസപ്രധാനമായിട്ടുള്ള കീർത്തനങ്ങളും സാവേരി രാഗത്തിൽ വന്നിട്ടുണ്ട്. പല കൃതികളിലും നോക്കുകയാണെങ്കിൽ ഭക്തിയോടുകൂടി തന്നെ രാമനെ സ്തുതിക്കുകയാണെങ്കിൽ രാമഭക്തിയും, എന്നാൽ അതോടുകൂടി തന്നെ രാമബാണത്തിൻ്റെ വീര്യവും ചേർന്നുള്ള ഭാവമാണ് ത്യാഗരാജസ്വാമികൾ പല സാവേരി കൃതികളിലും കൊടുത്തിട്ടുള്ളത്. ത്യാഗരാജസ്വാമികൾ മാത്രമല്ല, സ്വാതിരുനാൾ മഹാരാജാവും അതെ. ആഞ്ജനേയനെ സ്തുതിക്കുകയാണെങ്കിൽ ആഞ്ജനേയൻ്റെ രാമഭക്തി, അതോടുകൂടി തന്നെ വായുപുത്രനായിട്ടുള്ള ആഞ്ജനേയൻ്റെ എല്ലാ വീരരസവും, അതുപോലെ ദേവിയെ സ്തുതിക്കുകയാണെങ്കിൽ ദേവിയോടുള്ള ഭക്തി, എന്നാൽ എല്ലാ ആരോഗ്യദായിനിയായിട്ടുള്ള ദേവിയെ ദൃഢശരീരത്തോടുകൂടി സ്തുതിക്കുന്ന ഭക്തൻ്റെ ഭാവമായിട്ടൊക്കെ സാവേരി ഉപയോഗിച്ചിട്ടുണ്ട്. അതിലെ ചില ഭാഗങ്ങളൊന്ന് പ്രകാശിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ആദ്യമായി ത്യാഗരാജസ്വാമികളുടെ ഒരു കീർത്തനത്തിലുള്ള രാമഭക്തിയും അദ്ദേഹത്തിൻ്റെ രാമബാണത്തിൻ്റെ ത്രാണശൗര്യം എത്രത്തോളമാണ് എന്നുള്ളതാണ് ഈ കൃതിയുടെ ഇതിവൃത്തം. രാമ ബയഗണ രാമ ബയഗണ രാമ ബയഗണ രാമ ബയഗണ ത്രാണ ശൗര്യ രാമ
സ്വാതി തിരുനാൾ മഹാരാജാവ് ആഞ്ജനേയനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു കൃതി രചിച്ചിട്ടുണ്ട്. അതിൻ്റെ ചരണത്തിലുള്ള ഈ രണ്ട് ഭാവവും ചേരുന്നൊരു ഭാഗം പാടിക്കൊണ്ട് അടുത്ത രാഗത്തിലേക്ക് കിടക്കാം. ജനകസുതാധി വിമോചന ലോല ജനകസുതാധി വിമോചന ലോല ജംബുമാലിഘല നിശിചരകല ജനകസുത ആധി വിമോചന ലോല ജംബുമാലിഘല നിശിചരകല വനധിതരണ ചണനി ജലകൂല ബന്ധിദഗ്ധ ലങ്കാനകര ആഞ്ജനേയ രഘുരാമ ദൂത മഹിതാനുഭയ പാഹി പാഹി ആധിയെ വിമോചിപ്പിക്കാൻ കഴിവുള്ള ഹനുമാൻ, അതുപോലെ ജംബുമാലി ഖല നിശിചര കാലൻ. അപ്പോൾ ദേവിയോടുള്ള സൗമ്യഭാവവും രാക്ഷസന്മാരെ നിഗ്രഹിക്കുമ്പോഴുള്ള വീരസ്വഭാവവും ഒക്കെ ഒത്തുചേർന്നിട്ടുള്ള ഇത് 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇതുപോലെയുള്ള രാഗഛായയാണ് സാവേരിയിൽ പൊതുവായിട്ട് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. ഇനി അടുത്ത രാഗത്തിലേക്ക് കിടക്കാം. ഈ ജനകസുത ശബരിഗിരീശ്വര സൗഭാഗ്യദായക ചരണം തവ ചരണം. ആ കൃതിയുടെ അതേ ശബരിഗിരീശ്വര സൗഭാഗ്യ ദക്ഷിണമൂർത്തിയുടെ വളരെ പ്രശസ്തിയായ അയ്യഭക്തിയാനാണ് യേശുദാസ് പാടിയത്. തവ പദനളിനി തീർത്ഥത്തിലൊഴുകി തളരട്ടെ മമ ഹൃദയം കരളിലെ കാടൊരു പൊന്നമ്പല സുരവില ചിന്തകൾ കർപ്പൂര അങ്ങനെ കറക്റ്റ് സാവേരി രാഗത്തിൽ ചെയ്തൊരു അയ്യഭക്തിയാണ്. സിനിമ പാട്ടുകൾ പഴയതൊക്കെ ഉണ്ട്, സാവേരിയിൽ വളരെ കുറവാണ്. ലക്ഷണം പറയാനാണെങ്കിൽ സാവേരി എന്നാണ് പറയേണ്ടത്. ഋഷഭം ഷഡ്ജത്തിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തമിഴ് ചൊയ്യയിൽ സാവേരി സാ തന്നെയാണ് രി എന്ന് ഒരു വ്യംഗ്യം കൂടി ഈ രാഗത്തിൻ്റെ പേരിലുണ്ട്. കഥകളിയിൽ കാലകേയം കഥയിൽ പതിഞ്ഞ ഒരു ഭാഗം ഭവതീയ നിയോഗം എന്നുള്ള പദം സാവേരിയിലാണ്. ഈ ശ്രീമത്സഹയെ പാടുന്ന അതേ രാഗം തന്നെയാണ് ഭവതീയ നിയോഗത്തിൽ പാടുന്നതെങ്കിലും ആ പാടുന്ന രീതിക്ക് വളരെ വ്യത്യാസമുണ്ട്. ഇടയ്ക്ക് ആവശ്യമില്ലാത്ത സംഗതികളൊന്നുമില്ല. അതാ പതിഞ്ഞ കാലത്തിൽ അടന്ത 28 അതിനെ ഫുള്ള് ഫില്ല് ചെയ്തുകൊണ്ട് ആ ഭൗതികം വൃത്തിയായിട്ട് അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ പാടിയാലേ പതിഞ്ഞ പദത്തിന് ആ സാവേരിക്ക് ഭംഗി. മറ്റേത് ശ്രീമത്സഖേ അത് പാടുന്ന രീതിക്ക്. അപ്പോൾ രണ്ടും സാഹിത്യത്തിൻ്റെ കാലത്തിൻ്റെ വ്യത്യാസം, താളത്തിൻ്റെ വ്യത്യാസത്തിന് ആ രാഗത്തിൻ്റെ ഭാവത്തിന് ചെറിയ സ്വഭാവങ്ങളും അതിൻ്റെ സൗന്ദര്യവും മാറും. അതാണ് ഒരു പ്രധാനം. കഥകളിയെ സംബന്ധിച്ചും കർണാടക സംഗീതത്തിനും ഈ പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ധീരപ്രധാനമായ സാവേരിക്കുണ്ട്. അതുപോലെ തന്നെ കഥകളിയിൽ ഉപയോഗിക്കുന്ന രീതിയുടെ വ്യത്യാസമാണ് സാഹിത്യത്തിന് വരുന്ന വ്യത്യാസം, താളത്തിൻ്റെ വ്യത്യാസമാണ് അതിൻ്റെ ഭാവത്തിൻ്റെ വ്യത്യാസം വരുന്നത്. അതൊന്ന് പറഞ്ഞാൽ
അടുത്തതായി അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള രാഗം മോഹനം എന്ന് പറയുന്ന രാഗമാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ മോഹനമായിട്ടുള്ള രാഗമാണ്, സൗന്ദര്യമുള്ളൊരു രാഗമാണ്. ലോകത്തിലെ പല സംഗീത ശാഖകളിലും ഈ രാഗം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് കേരളീയമെന്നോ ഭാരതീയമെന്നോ ഒന്നും മാത്രമല്ല, പല വിദേശ സംഗീത സമ്പ്രദായങ്ങളിലും മോഹനം എന്ന് പറയുന്ന രാഗം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ രാഗത്തിൻ്റെ പ്രത്യേകത ഗമകത്തോടു കൂടി മാത്രമല്ല, അതിൻ്റെ സ്വരങ്ങളെ ഗമകം കൂടാതെ, അതായത് പ്ലെയിനായിട്ട് പാടുക, സ്ട്രെയിറ്റ് നോട്ട്സ് എന്ന് പറയും, അങ്ങനെ പാടിയാൽ കൂടി വളരെയധികം ശോഭിക്കുന്ന ഒരു രാഗമാണ് മോഹനം. എല്ലാവർക്കും പരിചയമുള്ള രാഗമായിരിക്കും. അതിൽ പരമാവധി ആ രാഗത്തിൻ്റെ ഛായകൾ വരുന്ന ചില കീർത്തനങ്ങളും പദങ്ങളും ചില ലളിത ഗാനങ്ങളും ഒക്കെ തിരഞ്ഞെടുത്ത് പാടാമെന്ന് വിചാരിക്കുകയാണ്. മോഹനം എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും മനസ്സിൽ ആദ്യം ഓടി വരുന്നത് ഒരു ഉണ്ണിക്കണ്ണനെയും ഒരു ഓടക്കുഴലിനെയും ഒക്കെയാണ്. കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് ഇഷ്ടം പോലെ കൃതികൾ മോഹനം എന്ന് പറയുന്ന രാഗത്തിൽ വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രസിദ്ധമായിട്ടുള്ള പല കീർത്തനങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ, സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ, മധുരപുരി സദന മൃദുവദന മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ, മധുരപുരി സദന മൃദുവദന മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ. മോഹനം എന്ന രാഗമുദ്രയുള്ള ഇഷ്ടം പോലെ കൃതികൾ വന്നിട്ടുണ്ട്. നമ്മൾ മറ്റ് കമ്പോസേഴ്സിനെ പറയുമ്പോൾ കേരളത്തിൻ്റെ കമ്പോസേഴ്സിനെയും നമ്മൾ എടുത്തു പറയണം. CS കൃഷ്ണയ്യർ എന്ന് പറഞ്ഞൊരു മഹാവിദ്വാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു മലയാളം കൃതിയുണ്ട്, മോഹന മുരളീധരി, മോഹന മുരളീധരി, മോഹന മുരളീധരി, തവഗാന സുധാ ശ്രവണം കൊതിക്കുമേ, മോഹന മുരളീധരി. സരി ഗപദ മോഹന മുരളി, സരി ഗപദ മോഹന മുരളി, സരമഗരി സ ദമഗരി സ പഗരി സ രി ഗപദ മോഹന മുരളി. ആരോഹണവും അവരോഹണവും ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി സ്വരം പാടിയെന്ന് മാത്രം. ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, പഞ്ചമം, ധൈവതം, ഔഡവ രാഗം എന്നാണ് ഇതിനെ പറയുക. കുറച്ച് പദങ്ങൾ കേട്ടതിന് ശേഷം ഇനി ബാക്കി. മോഹനത്തിൽ നമ്മൾ കഥകളിയിൽ ഉപയോഗിക്കുന്ന വന്ദന ശ്ലോകം തന്നെ ഒരു വരി മോഹനത്തിലാണ്. സ്വാതിയിരുന്നാണ്ട് വന്ദന ശ്ലോകം നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാ ആവണ്യമശേഷ കോപഗമനീ നേത്രൈ കഥകളിൽ ഉപയോഗിക്കുന്ന ഒരു മന്ത്രശ്ലോകമാണ് സ്വാതിരുന്നാണ്ട്. അത് വ്യത്യസ്ത രാഗങ്ങളിലാണ്. കല്യാണി, മോഹനം, സാരംഗം, ശങ്കരാഭരണം. തുടക്കം തന്നെ മോഹനത്തിൻ്റെ ഒരു കുളിർമ ഉണ്ടാക്കുന്ന ഒരു മന്ത്രശ്ലോകമാണ്. അതുകൊണ്ട് അനവധി ഗൗരീശം മമ കണഗേണം, ഗൗരീശം മമ കണഗേ ശുഭഗൗരവോ തിരുമേ മുഴുവൻ തിരുമൈ മുഴുവൻ ശൗരി വീരജ
കഥയിൽ അർജുനൻ തപസ് ചെയ്യുന്ന സമയത്തുള്ള സ്തുതിയാണ് മോഹനം. വളരെ ഗംഭീരമായ സാഹിത്യം, നല്ല ഒരു പദം. അതുപോലെ തന്നെ സന്താനപോലെ നേരത്തെ പറഞ്ഞ കഥയിൽ തന്നെ അർജുനൻ ബ്രാഹ്മണൻ്റെ കൊടുക്കുന്ന സത്യത്തെ നിറവേറ്റാൻ പറ്റാതെ അദ്ദേഹം തീയിലേക്ക് ചാടാൻ ശ്രമിക്കുന്ന സമയത്ത് കൃഷ്ണൻ വന്ന് ആ അവസാന സമയത്ത് വന്ന് പിടിക്കുന്ന സമയത്ത് ഈ മോഹനത്തിൽ ഒരു പദമുണ്ട്. മാ ഗുരു സാഹസം മാ ഗുരു സാഹസം മാ ഗുരു സാഹസം മാ ഗുരു സാഹസം മാധവൻ ഞാനില്ലയോ ഭയങ്കര ഭംഗിയുള്ളൊരു സാഹിത്യമുണ്ട്. മുന്നം ഞാൻ ചെയ്ത സഹായങ്ങളൊക്കെയും ഞാൻ ചെയ്ത സഹായങ്ങളൊക്കെയും ധന്യമറന്നിതു നീ. പുനരല്ലയും കൂടെ മറപ്പതിനേഷ കൂടെ മറപ്പരിനേഷ ഞാനെന്തോ ചെയ്തു സഖേ ചെയ്തു സഖേ. മാർഗി വിജയേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരനാണ് വെൺമണി ഹരിദാസേട്ടൻ. പണ്ട് വിജയേട്ടൻ ഒരു ഇൻ്റർവ്യൂവിന് പറഞ്ഞ എനിക്കുണ്ട്, ഈ ഹരിദാസേട്ടൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്, ഞാനെന്തോ ചെയ്തു സഖേ. ശരിക്കും നമുക്ക് ആ പാട്ടിലൂടെ പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലേക്ക് ആ സന്ദർഭം നമുക്ക് ഓടിയെത്തും. അത്ര സുന്ദരമായിട്ട് മോഹനത്തെ അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ അനവധി ഒരുപാട് പദങ്ങളുണ്ട്, ഇതെല്ലാം പറഞ്ഞാൽ തീരില്ല. പല ലളിത ഗാനങ്ങളും പല സിനിമാ ഗാനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് കർണാടക സംഗീതത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. ഈ മോഹനത്തിൽ തന്നെ കുട്ടികൾ ആദ്യം പഠിച്ചു തുടങ്ങുന്നത് തന്നെ ഒരു മോഹനം വർണ്ണത്തിലാണ്. നിന്നു ഒന്നാം കാലം രണ്ടാം കാലം വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു തമിഴ് സിനിമാ ഗാനം ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇളയരാജ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള കമ്പോസർ ട്യൂൺ ചെയ്തിട്ടുള്ളത്. നിന്നു കോരി വർണ്ണം വർണ്ണം ഇസകിട ഉന്നി തേടി വരണം വരണം. അത് പ്രണയമാണ്. അതിൽ തുടക്കം മാത്രമല്ല, ഈ വർണ്ണത്തിൻ്റെ അവസാനം ചിട്ടസ്വരങ്ങൾ എന്ന് പറയും. അതിൽ അവസാനത്തെ ചിട്ടസ്വരത്തിൽ പെട്ടിട്ടുള്ളൊരു ചിട്ടസ്വരം പാടുന്നത് ഇങ്ങനെയാണ്, സരിഗരി സദ സരി സദ പദ സദാ പഗരി സരി. ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ഈ സിനിമാ ഗാനത്തിലൂടെ ഉഞ്ഞാപകം നീങ്ങമലിൻ നെഞ്ചിലേ തീയാക കുതിക്കിത് ഉന്നെ തേടി വരണം. അങ്ങനെ ഇഷ്ടം പോലെ പ്രണയമായാലും സന്തോഷമായാലും അത്ഭുതമായാലും ഒക്കെ സിനിമാ ഗാനങ്ങളിൽ ഇഷ്ടം പോലെ ഉപയോഗിച്ചിട്ടുള്ള ഒരു രാഗമാണ് മോഹനം. മലയാളത്തിൽ തന്നെ ദേവരാജൻ മാഷ് മാത്രം ഈ രാഗത്തിനെ ഒരു 10-60 സിനിമാ ഗാനങ്ങളിലെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഒരു പാട്ട് മറ്റൊന്നിനോട് സാമ്യം വരാത്ത രീതിയിലാണ് ഓരോ മോഹനരാഗത്തിനും പാട്ടുകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ചെയ്തിട്ടുണ്ട്. രവീന്ദ്ര മാഷ് അനവധി. ഇപ്പം ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക
രീ രി സ രീ രി സ ര സ ദ പ ന ന. ധനലേപസുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ, ഇതൊക്കെ മോനാണ്. സ്വർഗപുത്രീ നവരാത്രി, ഇഷ്ടം പോലെ പാട്ടുകളുണ്ട്. പറഞ്ഞാൽ തീരില്ല. സൂര്യാശുവോരോ വയൽ പൂവിലും വൈരം പതിക്കുന്നു, കണ്ണോടു കണ്ണായ സ്വപ്നങ്ങൾ, അങ്ങനെ അനവധി ഇഷ്ടം പോലെ പാട്ടുകൾ. ഇതൊക്കെ സന്തോഷമായിട്ടുള്ളതാണ്. ചെറിയ ദുഃഖത്തിലുള്ള പാട്ടുണ്ട്. കളി വീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ, ഒരു നോക്കു കാണുവാൻ ആത്മാവ് തിരമാലകളെ ചിരിക്കുന്ന പൂക്കളെ, തിരമാലകളെ ചിരിക്കുന്ന പൂക്കളെ, അറിയില്ല നിങ്ങൾക്കെന്തേ അടങ്ങാത്തതും. ഒരുപാട് അനവധി പാട്ടുകളുണ്ട്, ഇത് പറഞ്ഞാൽ തീരില്ല. അത്രയേറെ പാട്ടുകൾ നമ്മളെ മലയാളത്തിൽ അനവധി മ്യൂസിക് ഡയറക്ടർമാർ നൽകിയിട്ടുണ്ട്. പറഞ്ഞാൽ തീരാത്ത അധികമുണ്ട്. അതിനുവേണ്ടി വേറൊരു മോഹനരാഗത്തിന് വേണ്ടി മോഹനരാഗം മാത്രമായിട്ടൊരു ദിവസം വെക്കാം. ഒരു ദിവസം മൊത്തം നമ്മൾ ഇരിക്കേണ്ടി വരും. കഥകളിയിലെയും കർണാടക സംഗീതത്തിലെയും സിനിമയും എടുത്തിട്ട് ഒരു ദിവസം മൊത്തം ചെയ്താൽ തീരാത്ത അത്ര മോഹനരാഗത്തിലുള്ള പദങ്ങളും ഇത് ഗമകം. ഇപ്പം ഈ ഇളയരാജയുടെ പാട്ട് പറഞ്ഞ ചില അദ്ദേഹത്തിന് ഈ നോട്ടുകൾ കണക്ട് ചെയ്യുന്നതിനൊക്കെ ഒരു പ്രത്യേകതയുള്ള മനുഷ്യനാണ്. ചെറിയ 2 നോട്ടിൽ പാട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേകതയുള്ള ആളാണ്. ഈ ഓരോ മ്യൂസിക് ഡയറക്ടർമാരുടെ സംഗീതത്തിന് അതിൻ്റേതായ വ്യത്യാസ പ്രയോഗ രീതികൾക്ക് വ്യത്യാസം. ഇപ്പം ദക്ഷിണമൂർത്തിയുടെ ഗമക പ്രധാനം ചിലതൊക്കെ കൂടും, ദേവരാജൻ്റെ കുറച്ചും കൂടെ ലൈറ്റ്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകത ഉണ്ട്. അപ്പോൾ മോഹനരാഗത്തിൻ്റെ വിവിധ സ്വരൂപങ്ങളെ നമുക്ക് മലയാള സിനിമയിൽ സമ്മാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞാത്തില്ല. അപ്പോൾ ഓരോരോ രാഗങ്ങളിങ്ങനെ പരിചയപ്പെടുത്തി പോവാന്ന് വെച്ചിട്ടാണ്. അടുത്ത രാഗം ആനന്ദ ഭൈരവി എന്ന് പറയുന്ന ഒരു രാഗമാണ്. അങ്ങനെ ചെറിയ ചെറിയ രാഗങ്ങളാണ് എടുത്തേക്കുന്നത്. കഥകളിയിൽ ആനന്ദഭൈരവി ഉപയോഗിക്കുന്ന ദുഃഖപ്രധാനമായിട്ടും ചില സന്ദർഭങ്ങളിൽ വളരെ ദുഃഖമല്ലാത്ത സന്ദർഭത്തിൽ ദുഃഖത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ശ്രീവേഷ പദങ്ങൾ കൊണ്ട് ശൃംഗാരത്തിനുണ്ട്. അങ്ങനെ അനവധി രംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കഥകളിയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് സാധാരണയായിട്ട് ദൈവമേ 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 ദൈവാനുകൂലമില്ല വിജയേട്ടൻ്റെ നമുക്ക് കടപ്പാട് കൂടും. ഇതിൽ ഗംഭീരമായ ഒരു പദം വിജയേട്ടൻ ചെയ്യാറുണ്ട്. സുകുമാര നന്ദ കുമാര സുകുമാര നന്ദ കുമാര നന്ദ
ആദ്യം പാടിയ പദം കാലകേയം കഥയിലെ ശാപം, ഉർവശിയുടെ ശാപം ലഭിച്ചു കഴിഞ്ഞിട്ട് അർജുനൻ വീണ് സങ്കടപ്പെട്ട് ദൈവമേ ആഹാ ദൈവമേ എന്ന് വിളിക്കുന്ന പദം. രണ്ടാമത്തെ അതിപ്രസിദ്ധമായ പൂതനാമോഷം എന്ന ആട്ടക്കഥയിലെ കൃഷ്ണൻ്റെ തേജസ്സായിട്ടുള്ള രൂപത്തെ കണ്ട് പൂതന പോലും ഒരു നിമിഷം അമ്മയാവുന്ന ഒരു ആ മനസ്സിൻ്റെ ആ അമ്മയും കുട്ടിയോടുമുള്ള ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു രംഗമാണ് ഈ സുകുമാര നന്ദകുമാര. വളരെ സൗന്ദര്യാത്മകമായ ആനന്ദഭൈരവിയിലെ പദങ്ങളാണിതൊക്കെ. രണ്ടിൻ്റെയും ഭാവവ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ദൈവമേ ഹാഹാ ദൈവമേ എന്നുള്ള വളരെ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ കാണിക്കുന്നതും, മറ്റേത് ഒരു കുട്ടിയോടുള്ള ഒരു അമ്മയ്ക്ക് എത്ര ദുഷ്ടയാണെങ്കിലും ഒരു കുട്ടിയെ കാണുമ്പം ഒരു അമ്മയ്ക്ക് തോന്നുന്ന ഒരു മനസ്സ്, അതാണ് ആ പദത്തിൻ്റെ സൗന്ദര്യം. ഇങ്ങനെ വേറെ ഒരുപാട് പദങ്ങളുണ്ട്. സുമശര സുഭഗ ശരീര സുമശര സുഭഗ ശരീര മമ രമണ പയോദേ ഗംഭീര രമണ പയോധി രുക്മാംഗത ചരിതം കഥയിലെ രുക്മാംഗതനോട് മോഹിനി പറയുന്ന സന്ദർഭമാണ് ഈ രംഗം. ഈ പദം വളരെ നല്ല പദമാണ്. ഇങ്ങനെ കഥകളിൽ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അനവധി ഈ രാഗം തന്നെ ഉപയോഗിക്കുന്ന ഒരു ഈ രാഗം തന്നെയാണ് അനവധി ഉപയോഗിക്കുന്നുണ്ട് വ്യത്യസ്തമായ രീതിയിൽ. ഈ കർണാടക സംഗീതത്തിലെ ഇപ്പോൾ വിനോദേട്ടൻ പറയുന്ന സമയത്താണ് പലതും ശ്രദ്ധിക്കുന്നത്. വലിയ മഹത്തുക്കളായിട്ടുള്ളവരൊക്കെ ഒരുപോലെ ചിന്തിക്കും എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഒരു ഇതുണ്ട്. അത് സ്ത്രൈണതയുടെ പല ഭാവങ്ങൾ ഈ ആനന്ദഭൈരവി എന്ന് പറയുന്ന രാഗത്തിലൂടെ തന്നെയാണ് കർണാടക സംഗീതത്തിലും ഉപയോഗിച്ചിട്ടുള്ളത്. അത് എന്തുകൊണ്ടായിരിക്കും? അമ്മയെ പല രീതിയിൽ തന്നെ സ്തുതിക്കുന്ന കൃതികളുണ്ട് കർണാടക സംഗീതത്തിൽ. വളരെ ദൈവികമായി ശരീരത്തിലെ ഓരോ ആവരണങ്ങളെയും തുറക്കാൻ വേണ്ടി അങ്ങനെ ഒരു വളരെ ഡിവോഷണലായിട്ടുള്ള ഒരു അവസ്ഥയിൽ ദേവിയെ അമ്മയായി സ്തുതിച്ചുകൊണ്ട് മുത്തുസ്വാമി ദീക്ഷിതർ എഴുതിയിട്ടുള്ളതാണ് നവാവരണ കൃതികൾ. അതിലത്തെ ഒരു ചക്രം തുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നവാവരണത്തിലുള്ള ഒന്ന് ആനന്ദഭൈരവിയാണ്. അത് വളരെ ധ്യാനാത്മകമായിട്ടുള്ളൊരവസ്ഥയിലാണ് ദേവിയെ അമ്മയായിട്ട് കൊണ്ടുകൊണ്ട് അത് വളരെ പതിഞ്ഞ കാലത്തിലാണ് പാടേണ്ടത്. കമലംബസം രക്ഷതുമാം ശ്രീകമലംബസം രക്ഷതുമാം ഹൃകമല നഗര നിവാസിനി. ഇത് ദീക്ഷിതർ അമ്മയെ സ്തുതിക്കുന്നത്. ശ്യാമശാസ്ത്രികളും ദേവിയെ അമ്മയായിട്ട് സ്തുതിക്കാൻ ആനന്ദഭൈരവി ഇഷ്ടം പോലെ ഉപയോഗിച്ചിട്ടുണ്ട്. മറിവേ ഗതിയൗവരം നീയല്ലാതെ എനിക്ക് വേറെ ആരാണ് ഗതിയായിട്ടുള്ളത് എന്നുള്ളതാണ് ശ്യാമശാസ്ത്രി ചോദിക്കുന്നത്. ഇതുപോലെ കുറച്ചുകൂടി അമ്മയെ കുറച്ചുകൂടി പ്രായം കുറഞ്ഞ കുട്ടി അമ്മയെ സ്തുതിക്കുന്ന രീതിയിൽ ഒരു മധ്യമകാലത്തിൽ പാടേണ്ട കീർത്തനങ്ങളും കർണാടക സംഗീതത്തിൽ വന്നിട്ടുണ്ട്. ഇതിലൊക്കെ എന്തുകൊണ്ടാണ് സ്ത്രീയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അമ്മയുടെ സമ്മിശ്രമായിട്ടുള്ള വികാരങ്ങൾ എങ്ങനെ ആനന്ദഭൈരവിക്ക് ഇത്ര ആനന്ദഭൈരവി വഴങ്ങിക്കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ ആ രാഗത്തിൻ്റെ സ്വരൂപം തന്നെയാണ് അതിനൊരു കാരണം.
ഈ രാഗത്തിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ സാങ്കേതികത്വം പറയുകയാണെങ്കിൽ അതിൽ 2 ഗാന്ധാരം വരുന്നുണ്ട്, 2 ധൈവതം വരുന്നുണ്ട്, 2 നിഷാദവും വരുന്നുണ്ട്. ഗ മ പ എന്ന് പറയുന്ന സാധാരണ ഗാന്ധാരം, ഗ ഗ മ ഗരി ഗ അന്തരഗാന്ധാരം, പദ പ മ ചതുശ്രുതി ദൈവതം, പദ പ മ ശുദ്ധ ദൈവതം, നീ സ കൈശികി നിഷാദം, നീ നീ സ കാകളി നിഷാദം. ഇതൊക്കെ ഒരു രാഗത്തിൻ്റെ ഉള്ളിൽ തന്നെ പല ഭാവങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി, അതുകൊണ്ടായിരിക്കുമോ ഇവരൊക്കെ ഈ കൃതികൾ ഈ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ച് ഒരു കുട്ടിയായിട്ട് കുറച്ചൊരു ഓടി നടക്കുന്ന പ്രായത്തിലുള്ളൊരു കുട്ടി ഒരു അമ്മയെ സ്തുതിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നീമതി സല്ലഗനു ബ്രോചുട, നീമതി സല്ലഗനു ബ്രോചുട, നീമതി സല്ലഗനു ബ്രോചുടകേ നമ്മ ശങ്കരി അംബ, നീമതി സല്ലഗനു ബ്രോചുടകേ നമ്മ ശങ്കരീയം. പദ പസ സ പസ നിധ പ മഗരി സനി സ, പദ പസ സ പസ നിധ പ മഗരി സനി സ, മഗരി ഗമ പദ പസ സ പസ നിധ പ മഗരി സനി സ, മഗരി ഗമ പദ പസ സ പസ നിധ പ മഗരി സനി സ, മഗരി ഗമ പദ മ പഗരി ഗമ പദ പസ സ പദ നിധ പ മഗരി സനി സ, മഗരി ഗമ പദ മ പഗരി ഗമ പദ നി പദ മ പഗ മഗ ധ പ മഗരി സഗരി ഗമ പ മഗരി ഗ ഗമ പദ നി പദ മ പഗ മഗ ധ പ മഗ സഗരി ഗമ പ മഗരി ഗ ഗമ നീ സ മഗരി ഗമ പദ മ പഗരി ഗമ പദ പസ നി സഗരി സരി സനി, നീ സ മഗരി ഗമ പദ മ പഗരി പദ പസ നി സഗരി സരി സനി, സഗരി ഗമ ഗമ ഗരി സഗരി സനി ധ രി സനി ധ പദ പ മഗരി സഗരി ഗ സഗരി ഗമ ഗമ ഗരി സഗരി സനി ധ പ രി സനി ധ പദ പ മഗരി സഗരി ഗമ നീ മതി സല്ലഗനു ബ്രോചുടകേ നമ്മ ശങ്കരീ അംബ. ഒരു കൃതി കൂടി പറയാം. ത്യാഗരാജസ്വാമികൾ രാമനെ സ്തുതിക്കുന്ന ഒരു പ്രത്യേകതയുള്ള കൃതിയാണ്. ഈ കൃതി ചൊല്ലുന്നത് മധ്യമശ്രുതിയിലാണ്. ആനന്ദഭൈരവിയെ മധ്യമശ്രുതിയിൽ പൊതുവെ പാടാറില്ല. പക്ഷേ ഈ കൃതിയുടെ ഒരു ഭാവം അത്തരത്തിലായതുകൊണ്ട് മധ്യമശ്രുതിയിലാണ് ഈ കൃതി പാടാറുള്ളത്. ക്ഷീരസാഗര വികാര, ക്ഷീരസാഗര വികാര, അപരിമിത ഘോര പരഗ വിദാര, ക്രൂര ജനഗണ വിദൂര, നിഗമ സഞ്ചാര സുന്ദര ശരീര. ഇങ്ങനെയാണ് ആനന്ദഭൈരവിയെ കർണാടക സംഗീതത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തത് കുറച്ച് സിനിമാ ഗാനങ്ങൾ, ലളിത ഗാനങ്ങൾ നോക്കാം. ആറാട്ടിനാന മധ്യമശ്രുതി. ആറാട്ടിനാനകളെഴുന്നള്ളി ആഹ്ലാദകലക്ഷം തിരതല്ലി ആനന്ദ ഭൈരവി. ഇത് ദക്ഷിണമൂർത്തി ചെയ്ത ഒരു പാട്ടാണ്. ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ പുലരിയിൽ അഭിഷേകം, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും പൊട്ടി, ഈ
ഈരേഴുലകിനും അധിപതിയാമെന്നയ്യപ്പ, എന്നിൽ കാരുണ്യാമൃതതീർത്ഥം ചൊരിയണമയ്യപ്പ. അയ്യപ്പ ശരണമയ്യപ്പ, അയ്യപ്പ ശരണമയ്യപ്പ. വാൽക്കണ്ണെഴുതിയ മകര നിലാവിൽ മാപ്പൂമണമൊഴുകേ, ആതിരവിരിയും തളിരൂഞ്ഞാലിൽ തുളസി കതിരായി, വാർമുടിയുലയുകയായി പാലയിൽ ഗന്ധർവഗണയുഗയായി. പഴയൊരു ലളിതഗാനമുണ്ട്. ചെയ്യുന്നു ഞാൻ മുത്തുസ്വാമി സംഗീതമേ, അനുപമമിന്ദാക ലയതരംഗം. പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരുപാട് ഈ രാഗത്തെ മനസ്സിലാക്കുന്ന കാലത്ത് പാടിയിട്ടുള്ള പാട്ടുകളാണ് അതൊക്കെ. ഒരുപാട് പ്രശസ്തമായിട്ടുള്ള പാട്ടുകളുണ്ട്. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ആറ്റുനൂറ്റുണ്ടായൊരുണ്ണി. ദാ ശാന്തത്തിലെ പാട്ട്. അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി, അവിടെ അമ്മ. അമ്പൂറ്റിക്കണ്ണൻ്റെ മുന്നിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം. കൈ വളരുന്നതും കാൽ വളരുന്നതും കണ്ടോണ്ടമ്മയിരിക്കാം. രസകരമായ പാട്ട്. ഇതാണ് ഈ വ്യത്യസ്ത സംഗീതജ്ഞന്മാരുടെ മനസ്സിലുള്ള ആനന്ദവരി. അതാണ് 10 പേര് ഒരേ രാഗം പാടിയ 10 തരത്തിലാവും എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ തോടിയിലുള്ള ആനന്ദവരിയുള്ള കൃതി 10 എടുത്താൽ 10 സ്വഭാവമാവും. അതിൻ്റെ ടോട്ടലി ആ രാഗത്തിൻ്റെ സ്വഭാവ രീതി നമ്മൾ ഓരോന്നും വേറിട്ട് കേൾക്കുമ്പോൾ ആ കൃതിയോട് ചേർന്നുള്ള രാഗത്തിൻ്റെ ഒരു ടച്ചിങ് അത് ഭയങ്കരമാണ്. അതാണ് ഓരോ രാഗത്തിനും വരുന്ന സൗന്ദര്യം. ഇന്നൊരു കഥകളിയിലും കർണാടക സംഗീതത്തിലും ഉപയോഗിക്കുന്ന ഒരു രാഗത്തെ പറയാമെന്ന് വെച്ചാൽ കാമ്പോജി. കഥകളിയിൽ അനവധി പദങ്ങളുണ്ട്, കർണാടക സംഗീതത്തിനുണ്ട്, സിനിമാ പാട്ടിലുണ്ട്. ഒക്കെ ഉത്സാഹമായിട്ടുള്ളൊരു രാഗമാണ് കാമ്പോജി. കന്നഡ സംഗീതത്തിൽ തീർച്ചയായിട്ടും പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, തൃശ്ശൂർ പൂരത്തിന് ആനകൾ നിരന്ന് നിന്ന് കഴിഞ്ഞാൽ എന്താണോ നമ്മുടെ കണ്ണുകൾക്ക് തോന്നുന്നത് അതുപോലെയാണ് ശരിക്കൊരു കാമ്പോജി രാഗം കേട്ട് കഴിഞ്ഞാൽ. അത്രയും പ്രൗഢിയും രാജകീയവുമായിട്ടുള്ള ഒരു പ്രധാന രാഗം ആയിട്ടാണ്. കച്ചേരിയിലായാലും കഥകളിപ്പദത്തിലായാലും പ്രധാന പദങ്ങൾ പലതും കാമ്പോജി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അത് ചെറിയൊരു തമാശ പറയുന്നത് എന്താ വെച്ചാൽ, ഹരികാമ്പോജി എന്ന് പറയുന്ന രാഗത്തിൻ്റെ ജന്യമാണ് എന്ന് പറയപ്പെടുന്നു കാമ്പോജി. പക്ഷേ ഈ അച്ഛനേക്കാളും അമ്മയേക്കാളും ഒക്കെ മക്കൾ പ്രശസ്തരായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതുപോലെ തന്നെ കാമ്പോജിയുടെ മാതൃരാഗമായിട്ട് അറിയപ്പെടാനാണ് ഹരികാമ്പോജിക്ക് യോഗം. കൃതികൾ അത്രയധികം കാമ്പോജിയിലുള്ള അത്രയും ഹരികാമ്പോജിയിൽ വന്നിട്ടില്ല. ചരിത്രപരമായി മറ്റു പല കാരണങ്ങളുണ്ട്. പക്ഷേ കാമ്പോജിയായി അതൊരു രാജാവിൻ്റെ സ്ഥാനത്ത് നിലനിൽക്കുന്നൊരു രാഗമാണ്. അപ്പോൾ ഇന്നത്തെ പ്രധാന ഇനമായിട്ട് കാമ്പോജി എന്നുള്ള രാഗം തിരഞ്ഞെടുക്കാനുള്ള കാരണവും അതുതന്നെയാണ്. ഒരുപാട് പ്രശസ്തമായിട്ടുള്ള കീർത്തനങ്ങളുണ്ട്. അതിലൊക്കെ ഈ ഭഗവാനെ, രാമനായിക്കോട്ടെ, ശിവനായിക്കോട്ടെ, വിഷ്ണു ആയിക്കോട്ടെ, ആരെ സ്തുതിക്കുമ്പോഴും വളരെ ആഢ്യത്വത്തോടു കൂടിയിട്ടുള്ള കൃതികളാണ് എല്ലാം വന്നിട്ടുള്ളത്. ചില ഉദാഹരണങ്ങൾ പറയാം. ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൃതിയാണ്
സ്കന്ദൻ്റെ മുകളിൽ അങ്ങനെ നീണ്ടു നിവർന്ന് പാലാഴിയിൽ കിടക്കുന്ന രംഗശായി ആയിട്ടുള്ള വിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള കൃതിയാണ്. ഇതുപോലെ ഇവിടെ പ്രതിഷ്ഠ മഹാദേവനാണ്. മഹാദേവൻ്റെ എല്ലാ ഭൂതഗണങ്ങളോടും കൂടി ചേർന്ന് ഗണപതിയും സുബ്രഹ്മണ്യനും ദേവാദിദേവന്മാരും എല്ലാം ഒന്നിച്ച് ചേർന്ന് വലിയ ഒരു ജാഥയായിക്കൊണ്ട് ശിവൻ വരുന്ന ആ ഒരു ദർശനത്തിനെ സ്തുതിക്കുന്ന ഒരു കൃതി, തമിഴിലുള്ളൊരു കൃതി ഉണ്ട്. ആ ശിവൻ്റെ ആ ഒരു എഴുന്നള്ളിപ്പ് കാണണമെങ്കിൽ ഒരു കണ്ണ് പോരാ, 2 കണ്ണ് പോരാ, 1 കോടി കണ്ണുകൾ വേണം. അത്രയും മഹത്തരമായിട്ടുള്ള ഒരു ജനാവലിയുടെ നടുവിൽ ശിവൻ ഇങ്ങനെ തേജസ്വിയായിട്ട് നിൽക്കുന്ന പോലെയുള്ളൊരു കൃതിയാണ്. പാപനാശം ശിവൻ രചിച്ചിട്ടുള്ളൊരു കൃതി. കാണ കൺകോടി വേണ്ടും കപാലിയൻ ഭവനി കാണ കൺകോടി വേണ്ടും കപാലിയൻ ഭവനി കാണ കൺകോടി വേണ്ടും കപാലിയൻ ഭവനി കാണ കൺകോടി വേണ്ടും വേണ്ടും മാണിക്യം വൈരം മുതൽ മാണിക്യം വൈരം മുതൽ നവരണമോ മാണിക്യം വൈരം മുതൽ നവരണമോ മണമാർപ്പല മലർ മാലൈകളും മൂകമും മതിയോട് താരാഗണം നിറയും ദിവാനമോ കമലവനമോ മതിയോട് താരാഗണം നിറയും ദിവാനമോ കമലവനമോ എന മനം മയങ്ക അകളങ്ക അംഗം യാവും ഇറങ്ക അപക അരുൾമഴை പൊഴിവവനെ കാടകൾ കോടി വേണ്ടും വേണ്ടും. ഓരോ സാഹിത്യമായിട്ട് അത് വർണ്ണിക്കാൻ നിൽക്കുന്നില്ല, പക്ഷെ അത്രയധികം വൈവിധ്യമായ ആഭരണങ്ങളോടുകൂടി ഒരു കപാലി രൂപത്തിൽ ശിവൻ വരുന്നതായിട്ടുള്ളൊരു കൃതിയാണ്. ഒരുപാട് കൃതികളുണ്ട്. ഇതിൻ്റെ പല ഭാവങ്ങളും കാമ്പോജിയുടെ ഇന്നത്തെ ഒരവസ്ഥയിൽ പറയുകയാണെങ്കിൽ രാമനോട് നിന്ദയോടുകൂടി ത്യാഗരാജസ്വാമി ചോദിക്കുന്നൊരു കൃതിയുണ്ട്. അല്ലയോ രാമ, സീത ഇല്ലാതെ പിന്നെ നീ ആരാണ്? മാ ജാനകി ജഡവേട്ടഗരി. സീത ഇല്ലാത്ത രാമൻ എന്ന് പറയുന്നത് ഒരു ജഡം മാത്രമാണെന്ന് ത്യാഗരാജസ്വാമി. രജരാജവര രാജീവാക്ഷവീനു രാവണാരിയണി രാജില്ലു കീർത്തിയു. രാവണനെ കൊന്നു എന്നുള്ളതാണ് നിന്റെ കീർത്തി. അങ്ങനെയാണ് നീ രാജരാജനായി അറിയപ്പെടുന്നത്. അതിന് കാരണം സീതാദേവിയാണ്. അങ്ങനെ ഒരു സീത ഇല്ലാത്ത രാമ, നിനക്ക് എന്താണ് അസ്തിത്വം എന്ന് കുറച്ച് നിന്ദയോടുകൂടി തന്നെ ത്യാഗരാജസ്വാമി ചോദിക്കുന്ന കൃതി. അതിനും കാമ്പോജി രാഗം ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കൃതികളുണ്ട്. അതൊന്ന് പറഞ്ഞു പോയിന്ന് മാത്രം. സമയക്കുറവ് കൊണ്ട് നമുക്ക് പദങ്ങളിലേക്ക് പോവാം. കഥകളിയിൽ വളരെ ചിട്ടയായിട്ടുള്ള പദങ്ങളിൽ കാമ്പോജിയുണ്ട്. സ്മര സ്മരസായക ഉർവശി അർജുനോടുള്ള ആ കാമം, ഇങ്ങനെ ആ ദൂനം എനിക്ക്
കാമൻ്റെ ശരങ്ങളെ കൊണ്ട് ഞാൻ ദുഃഖിതയായി എന്നുള്ള വാക്കുകൾക്ക് ആ രാഗത്തിൻ്റെ ഭാവം അത്രയധികം യോജിച്ച ഒരു സന്ദർഭമാണത്. കാലയേതും കഥയിൽ അനവധി കഥയിലുണ്ട്, തമ്പിയുടെ കഥകളിലുണ്ട്. ഹരിനാക്ഷി ജന മൗലി മണേ നീ ഹരിനാക്ഷി ജന മൗലി മണേ നീ ഹരിനാക്ഷി ജന മൗലി മണേ നീ ഹരിനാക്ഷി മൗലി മണേ നീ അരികിൽ വരിക മാലിനേ എന്നരികിൽ വരിക സൈരന്ധ്രി കീചകൻ്റെ അടുത്തേക്ക് മധു ഒക്കെ ആയിട്ട് കീചകൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ആ കീചകൻ്റെ സൈരന്ധ്രിയോടുള്ള ഒരു ഒരു ആവേശം, അത് ആ സൈരന്ധ്രിയോടുള്ള ആ കാമത്തിനോടുള്ള ആ സന്ദർഭം ഈ കാമ്പോജി രാഗത്ത്. അതിനകത്ത് ഒരുപാട് ഭംഗിയേറിയ ചരണ നളിന ചരണ ചരണ നളിന ചരണ ചരണ നളിന ചരണ നളിന പരിചരണ ചരണ നളിന പരിചരണ ചരണ നളിന പരിചരണ ഈ രംഗങ്ങളൊക്കെ കാണാനും സംഗീതവും എല്ലാം ഭയങ്കര ഈ രാഗത്തിൻ്റെ ഭാവം കൊണ്ട് നമുക്കിങ്ങനെ ഒരു ഗംഭീരമായ മഴ പെയ്ത അവസ്ഥയിലാണ് കാമ്പോജി അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഇടിയോട് കൂടിയുള്ള മഴ, ആ ഒരു മഴയുടെ പെയ്ത് തോർന്ന് അരുണാക്ഷി കഴിയുമ്പോഴത്തെ പെയ്ത് തോർന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന രീതിയിലാണ് അവിടെ കാമ്പോജിയെ കമ്പോസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെ അനവധി. അതുപോലെ നളയരഥത്തിലെ അംശം നളൻ വിട്ടയച്ച് കഴിഞ്ഞ് തിരിച്ചു വന്ന് നളനെ അത്യധികമായ വിശ്വാസത്തോടു കൂടി തിരിച്ചു പറയണ ആ ഒരു സന്ദർഭം. ഊർജിത ആശയ പാർത്ഥിവ തവ കാമ്പോജി പദങ്ങളിലെ പോലെ അല്ലാണ്ട് കുറച്ചൊരു പ്രത്യേകത ഉണ്ട്. ഇരട്ടി സാഹിത്യം ഇതിൽ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ദീക്ഷിത കൃതിയിലൊക്കെ ഉള്ള പോലെ ഈ അദ്ദേഹത്തിൻ്റെ ഈ ഉണ്ണാവാര്യരുടെ ചില പ്രത്യേകതകളുണ്ട്. നളയരത്തിൽ ഒരുപാട് അത്ഭുതങ്ങളുള്ള ഒരു കഥയാണ്. അതായത് സാഹിത്യവും സൗന്ദര്യവും സാഹിത്യം കൃത്യാക്ഷരം പറക്കിയെടുത്ത് വെച്ച് ആ രാഗത്തെ സമരദാമവതു മദഭൂമ സമരദാമവതു
പക്ഷിയുടെ പദങ്ങൾ നളയനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഹംസം ഒരു കഥാപാത്രമായി ഉണ്ണായിവാര് ചിത്രീകരിച്ച് ആ ഹംസത്തിൻ്റെ നടത്തയ്ക്കും ആ ചേഷ്ടകൾക്ക് അനുസരിച്ച് സാഹിത്യം, അത് ഉണ്ണായിവാരുടെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചിട്ടുള്ള ഒരു ചില പ്രത്യേകതയാണ്. അതിനനുസരിച്ചുള്ള സംഗീതം. ഇങ്ങനെ ആ ഹംസത്തിൻ്റെ പ്രത്യേകത അതിനൊരു താളത്തിൻ്റെ ചട്ടക്കൂടിൽ കൃത്യമായി ഒതുക്കി ആ സന്ദർഭത്തിൽ ഉപയോഗിച്ചു. ഇങ്ങനെ അതിലൊക്കെ കാമ്പോജി ഭയങ്കരമായിട്ട് ഉപയോഗിച്ച ചില രംഗങ്ങളാണ് കാമ്പോജിയുടെ. ഇങ്ങനെ കഥകളിയിൽ അനവധിയാണ് കാമ്പോജിയുടെ പദങ്ങൾ. പതിഞ്ഞ പദമായാലും ഇടമട്ട് പദങ്ങളായാലും ഇങ്ങനെയൊക്കെ കാമ്പോജി ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മ വന്നത് സൂചിപ്പിക്കുകയാണ്. ഈ കാമ്പോജിയിലുള്ള ഈ പ്രയോഗങ്ങളൊക്കെ ഒരുപാട് പേര് അനശ്വരമാക്കിയിട്ടുണ്ട്. അതിലേറ്റവും അധികം ഈ കാമ്പോജി എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് എമ്പ്രാന്തിരി ആശാനെയാണ്. അദ്ദേഹം വളരെ ഇഷ്ടത്തോടുകൂടി, വളരെ അഭിനിവേശത്തോടുകൂടി അദ്ദേഹം അരങ്ങ് നിറച്ചിരുന്ന ഒരു പദമാണ് ഊർജിതാശയ. അദ്ദേഹം ഇത് പാടുമ്പോൾ പലപ്പോഴും കർണാടക സംഗീതത്തിൽ പണ്ടൊരു മഹാനായിട്ടുള്ളൊരു സംഗീതജ്ഞൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് മധുരൈ മണിയയ്യർ. അദ്ദേഹം കാമ്പോജിയിൽ ചെയ്തിരുന്ന ഗമക സമ്പ്രദായങ്ങളോട് വളരെ അടുത്ത് ചേർന്ന് നിൽക്കുന്നൊരു സമ്പ്രദായമായിരുന്നു എമ്പ്രാന്തിരി ആശാൻ്റെ. അതിൽ ഈ ഗാന്ധാരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ പ്രത്യേകിച്ചും അദ്ദേഹം പാടുന്നതിൽ ഒരു മധുരൈ മണി പറഞ്ഞ സ്ഥിതിക്ക് കുറച്ച് സ്വരങ്ങൾ എങ്ങനെ ഉണ്ടായിരിക്കും, ഇതിന് സമാനമായിട്ട് ഗാന്ധാരം ആണ് കാമ്പോജിയുടെ ജീവസ്വരം എന്ന് പറയുന്നത്. അവിടെ ഈ പാടി നിറയ്ക്കുക, സാഹിത്യം കൊണ്ട് നിറയ്ക്കുന്നത് പോലെ തന്നെ സ്വരം പാടി നിറയ്ക്കാൻ ഒരുപാട് സ്കോപ്പുള്ളൊരു രാഗമാണ് ഈ കാമ്പോജി. ഉത്സാഹം തന്നെയാണ് അവിടെയും സ്ഥായി. സരി സരി രി പദ സരി ഗ ഗ ഗമ 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 രി ഗമ ഗ രി ഗ ഗ സരി ഗ രി സരി ദ സരി ഗ മഗ രി ഗ മഗ രി ദ നി ദ പദ രി ദ നി ദ പദ പ മഗ രി സരി ഗ മ ഗ ഗ സരി ഗ ഗ മഗ രി ഗ മ ഗ രി സ സരി ഗ മ ഗ ഗ ഗ ഗ മ ഗ മ ഗ രി രി ഗ രി ഗ രി സ സരി സരി സ പദ സ ര സ ദ സരി 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 ഗ മ രി ഗ ഗ മ പ ഗ മ രി ഗ മ രി ഗ സരി ഗ സരി പദ രി ദ ഗ രി മ ഗ രി ദ രി ദ പ ദ സ രി ഗ മ ഗ രി ദ രി ഗ രി ദ ദ രി ദ പ ദ സ നി ദ പ നി ദ പ മ ദ പ മ ഗ മ ഗ രി രി ഗ ഗ മ മ പ പ ദ ദ സ രി രി ഗ ഗ ദ ദ സ രി രി ഗ ഗ മ മ പ പ ദ ദ സ രി രി പ പ ദ ദ സ രി രി ഗ ഗ മ മ പ പ ദ ദ സ ദ നി 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 പ ദ ദ മ പ പ ഗ മ ഗ പ മ ദ പ സ ദ രി സ രി ഗ മ ഗ രി സ രി ഗ രി ദ നി ദ പ ദ ദ ദ രി ദ നി ദ പ ദ സ നി ദ പ മ ഗ മ പ ദ നി ദ നി ദ പ ദ സ ഗ രി നി ദ നി ദ പ മ പ ദ സ സ നി ദ പ മ പ ദ സ മ ഗ രി ദ നി ദ ദ സ രി നി ദ നി ദ പ മ പ ദ സ സ നി ദ പ മ ഗ പ ദ സ രി സ പ ദ സ രി സ പ ദ സ രി സ പ ദ സ.
ഒരു പദം കൂടെ കൂടി അവസാനിക്കുകയാണ് ഈ പരിപാടി. കഥകളിയിലെ പ്രസിദ്ധമായ നളചരിതത്തിലെ ഒരു പദം യാമി യാമി ഭൈമി കാമിതം എന്ന പദത്തിൻ്റെ ഒരു ജയ ജയരാമൻ സാറ് സമ്മതിക്കൂല. മദ്യവാദിയെക്കുറിച്ച് ഒരുപാട് പറയാൻ അനവധി പദങ്ങളും കന്നഡ സംഗീതത്തിലുണ്ട്, കഥകളി സംഗീതത്തിലുണ്ട്. പൊതുവെ മംഗളം അല്ലെ അവസാനമായി അവസാനത്തെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തുകൊണ്ട് അല്ലേ അതെ അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. ത്യാഗരാജസ്വാമിയുടെ ബഹുമാന എന്നുള്ള അല്ലേ ഇഷ്ടംപോലെ കൃതികളുണ്ട്. ഒരുപാട് ശ്യാമശാസ്ത്രി, ത്യാഗരാജസ്വാമികൾ ദേവിയെ സ്തുതിച്ച് രാമനെ സ്തുതിച്ചൊക്കെ ഇഷ്ടംപോലെ കൃതികളുണ്ട്. മംഗളകരമായിട്ടുള്ള രാഗമാണ്. വീരരസവുമുണ്ട്. ഹനുമാൻ്റെയൊക്കെ പദങ്ങളിൽ പറയുന്നത് പോലെ തന്നെ ഒരേ സമയം ഭക്തിയും വീരവും കരുണരസവും പോലും ജ്വലിപ്പിക്കാൻ ശേഷിയുള്ളതാണ് മധ്യമാവധി എന്ന് പറയുന്ന രാഗം. വളരെ മംഗളകരമായി ഇന്നത്തെ ഈ ഒരു സന്ധ്യ അവസാനിപ്പിക്കാനാണ് ഈ രാഗം ഉപയോഗിക്കുന്നത്. മേൽക്കുമേൽ വിജയാശാന അഭിവൃദ്ധി ഉണ്ടാവട്ടെ, വീരരസം ഇനിയും വരട്ടെ, ഭക്തിരസത്തിൻ്റെ പാരമ്യത, അങ്ങനെ എല്ലാം ചേർന്ന് സമ്പൽ സമൃദ്ധിയോടുകൂടി ഇനി അനവധി കാലം നമ്മുടെ കൂടെ അദ്ദേഹം സഞ്ചരിക്കട്ടെ കലാലോകത്ത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ മധ്യമാവധി പാടി നിർത്തുകയാണ്. ജയ ജയ രാമചന്ദ്ര ജാനകി പദേ ജയ ജയ രാമചന്ദ്ര ജാനകി പദേ ജയ ജയ രാമചന്ദ്ര നാരായണ പാപകര പരാ
ഒരു റഫറിയുടെ അവസ്ഥയാണ്. പലപ്പോഴും ഈ അടുത്തിടെയായിട്ട് എനിക്ക് പലപ്പോഴും ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. കേട്ട് മതിയായില്ല. പക്ഷേ നമ്മൾ ഇനി നടത്തുന്ന പരിപാടികളെ കുറിച്ചുകൂടി ആലോചിക്കണം. മറ്റൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും രഞ്ജിത്തിനെയും വിനോദിനെയും വിശ്വാസിനെയും ഇവരെല്ലാവരെയും കൊണ്ടുവരാം. ഏതായാലും ഇന്ന് ഈ ഒരു പരിപാടി ഇവിടെ അവതരിപ്പിച്ച കലാമണ്ഡലം വിനോദ്, കോട്ടക്കൽ രഞ്ജിത്ത് വാര്യർ, വിശ്വാസ്, അതോടൊപ്പം തന്നെ വയലിനിൽ ഉടുപ്പി ശ്രീജിത്ത്, മൃദംഗത്തിൽ കടക്കാവൂർ രാജേഷ് നാഥ്, ചെണ്ടയിൽ മാർഗി വേണുഗോപാൽ, മദ്ദളത്തിൽ കലാമണ്ഡലം ഗണേശൻ, എല്ലാവർക്കും നന്ദി. നമുക്ക് മറ്റൊരവസരത്തിൽ വീണ്ടും വിശദമായിട്ട് സംസാരിക്കാം.